മനസ്സ് എല്ലാവരിലുമുണ്ട്. പക്ഷെ മനസ്സിലാക്കാനുള്ള മനസ്സ് എല്ലാവരിലും കണ്ടെന്നു വരില്ല. ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മെ വേദനിപ്പിക്കും. പക്ഷെ അത് മാറ്റമല്ല. അത്രയും നാൾ അവർ അണിഞ്ഞിരുന്ന മുഖംമൂടി അഴിഞ്ഞു വീണ് തനിനിറം പുറത്തു വന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തൊക്കെ സങ്കടങ്ങളിലുള്ളിലുണ്ടെങ്കിലും അതൊക്കെ ആരെയും അറിയിക്കാതെ ചിരിച്ചുകൊണ്ട് നടക്കണം. നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് മാത്രമുള്ളതാണ്. സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ തുടങ്ങി നമ്മുടെ മനസ്സിൽ തന്നെ അവസാനിക്കണം. കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രസംഗിക്കുന്നവരെക്കാൾ നല്ലത് കടുകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ്. മൗനത്തോളം ശക്തമായ ഭാഷയില്ല. മൗനത്തോളം ശക്തമായ ശിക്ഷയുമില്ല. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ മൗനം തന്നെയാണ് നല്ലത്. ഏത് പ്രതികൂല സാഹചര്യത്തിലും മനസ്സുമടുത്തു പിന്മാറരുത്. പോരാടിക്കൊണ്ടിരിക്കുക. കഠിനമായ പോരാട്ടങ്ങളാണ് വിജയികളെ സൃഷ്ടിക്കുന്നത്. ഒന്നിലും അതിരുകടക്കരുത്. പുഞ്ചിരിച്ചവനെ മാന്യനെന്നും പൊട്ടിച്ചിരിച്ചവനെ ഭ്രാന്തനെന്നും മുദ്ര കുത്തുന്ന സമൂഹമാണ് നമ്മുടേത്. കപടമായ സൗഹൃദം അങ്ങനെയാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രം അടുപ്പം കാണിക്കും. അത് കഴിഞ്ഞാൽ പരിചയം പോലുമില്ല. ചില നേരം പറയുന്നതാരും കേൾക്കാറില്ല. കേൾക്കുന്നതാരും പറയാറുമില്ല. എന്നാൽ പറഞ്ഞത് കേൾക്കാനും കേൾക്കാത്തത് പറയാനും മനുഷ്യരോളം മിടുക്ക് മറ്റാർക്കുമില്ല. ചിലരെയൊക്കെ ജീവിതത്തിൽ പരിചയപ്പെടുന്നത് ഇനി ഒരിക്കലും ഒരാളോടും കൂട്ടുകൂടരുത് എന്ന് പഠിപ്പിക്കാനാണ്. ഓരോ തവണ വായിക്കുമ്പോഴും എത്ര വ്യത്യസ്തമായാണ് നമ്മളെ മറ്റൊരാൾ കാണുന്നതും വായിച്ചെടുക്കുന്നതും. ഇടയ്ക്കിടെ അർത്ഥം മാറിപ്പോകുന്ന പുസ്തകമാണ് ഓരോ മനുഷ്യരും. നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് ചെയ്യുവാനും സന്തോഷിക്കുവാനും കഴിയുന്നുണ്ടെങ്കിൽ ആളുകളെക്കാളും നിങ്ങൾ ജീവിതത്തിൽ മുന്നിലാണ്. മുള്ളുകളില്ലാത്ത പാത കാണുമ്പോൾ ഒന്നോർത്തോളൂ, അത് നിങ്ങളെ ഒരിടത്തേക്ക് നയിക്കില്ല. എനിക്കൊരു കഴിവുമില്ല, ഞാൻ നിസ്സാരനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറൊരാൾക്ക് മനസ്സിലാകില്ല എന്ന ചിന്താഗതിയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവി കൊള്ളുന്നത്. ഒറ്റയ്ക്കാവുക എന്നാൽ കരുത്തരാവുക എന്നുകൂടിയാണ്. സ്വയം തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും. നിഷ്കളങ്കമായ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ പൊതുവെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയും. ഒന്നിനെയും കൂടുതൽ ആശ്രയിക്കാതിരിക്കുക. ഒരിക്കൽ അതിനെയെല്ലാം മാറ്റി നിർത്തേണ്ടി വന്നേക്കാം. നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസ്കാരം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത്. പണം ഏതു ചീത്ത മാർഗത്തിലൂടെയും സ്വന്തമാക്കാം. സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കുക. കാരണം അവർ എല്ലായ്പ്പോഴും നിങ്ങളെ തെറ്റുകാരാക്കാൻ ശ്രമിക്കും. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നമുക്കൊട്ടും അറിയാത്ത മറ്റൊരു മുഖം എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാകും. സത്യത്തിന് ഭാരം കൂടുതലുള്ളതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരില്ല. എന്നാൽ നുണകൾക്ക് ഭാരം തീരെ കുറവാണ്. അതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരും. ജീവിതത്തിൽ എന്തൊക്കെ നാം നേടിയാലും അത് നമ്മൾ നഷ്ടപ്പെടുത്തിയ സമാധാനത്തോളം വരില്ല. ശാന്തമായി ഉറങ്ങാനാവുക എന്നതിൽ കവിഞ്ഞൊരു സൗഭാഗ്യം ജീവിതത്തിൽ വേറെയില്ല. നല്ല സമയം നോക്കിയിരുന്നാൽ ഒന്നും തുടങ്ങി വെക്കാൻ നമുക്കാവില്ല. അതിനാൽ നാം എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്നും തുടങ്ങുക. എപ്പോഴും സന്തോഷവാനായിരിക്കുവാൻ ശ്രമിക്കുക. ഇനി എത്ര ദിവസം അവശേഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാൻ സാധിക്കുമോ? ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഒരു നല്ല പുസ്തകം 100 നല്ല കൂട്ടുകാർക്ക് സമമാണ്. എന്നാൽ ഒരു നല്ല സുഹൃത്ത് ഒരു നല്ല ഗ്രന്ഥശാലയ്ക്ക് സമാനമാണ്. രഹസ്യത്തിലും പരസ്യത്തിലും അന്തരാത്മാവിലും നിങ്ങൾ ഒരൊറ്റ വ്യക്തിയായി തന്നെ തുടരുക. സാഹചര്യങ്ങൾക്കനുസരിച്ച് മുഖംമൂടികൾ അണിയരുത്. നിങ്ങൾ ഭയപ്പെടാൻ വിനിയോഗിക്കുന്ന സമയവും ഊർജവും പ്രവൃത്തികൾക്ക് നൽകിയാൽ ഉറപ്പായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. കഴിഞ്ഞുപോയ ദിനങ്ങളെല്ലാം നല്ലതിനാണെന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങളല്ലെന്ന് ചിന്തിക്കാതെ കയ്യിലുള്ളത് നഷ്ടപ്പെടുമോ എന്ന് ഭയക്കാതെ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം സുന്ദരമാകുന്നത്. നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും നന്ദി ഉണ്ടാകണം. കാഴ്ചകളെ വലുതാക്കിയതിന്, മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിച്ചതിന്, ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതിന്.
ജീവിത വിജയത്തിനായി ഓടുമ്പോൾ വഴിയിൽ വീണു പോയവർക്ക് ഒരു കൈത്താങ് നൽകുക. ഒരുപക്ഷെ ഈ ജീവിതയാത്രയിൽ അവരായേക്കാം നമ്മുടെ വെളിച്ചം. ചതിക്കുന്ന സ്ത്രീകളെ 2 കാര്യങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളിൽ അവൾ കരയും. നിങ്ങൾക്ക് വളരെ നിസ്സാര പരിക്കുപറ്റിയാൽ വിശ്വസിക്കാനാവാത്ത വിധം ആശങ്ക പ്രകടിപ്പിക്കും. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് അവ കേവലം വാക്കുകളാകാം, പക്ഷേ ചിലർക്ക് അത് പ്രതീക്ഷകളാകാം, സ്വപ്നങ്ങളാകാം. ജീവിതത്തിൽ 2 നിയമങ്ങൾ പാലിക്കുക. 1, ആരോടും എല്ലാം തുറന്നു പറയരുത്. 2, ഒന്നാമത്തേത് പറഞ്ഞത് ഒരിക്കലും മറക്കരുത്. നേടാൻ പ്രയാസമുള്ളതും നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ 3 കാര്യങ്ങൾ: സ്നേഹം, ബഹുമാനം, വിശ്വാസം. സ്വന്തമെന്ന തോന്നൽ കൊണ്ടും അമിതമായ സ്നേഹം കൊണ്ടും നമ്മൾ ചെയ്യുന്ന പലതും മറ്റുള്ളവർക്ക് ഒരുപക്ഷെ ശല്യമായിരിക്കാം. പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ജീവിതം ഒന്നും ചെയ്യാതെ ചിലവഴിച്ച ജീവിതത്തേക്കാൾ പ്രയോജനകരവും മൂല്യമേറിയതുമാണ്. വിജയം സന്തോഷത്തിന്റെ താക്കോലല്ല, സന്തോഷമാണ് വിജയത്തിന്റെ താക്കോൽ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും വിലമതിക്കില്ല. സമയവും കഴിവുകളും മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ വില കൽപ്പിക്കുക. ആരുടെയെങ്കിലും കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണീർ ഉതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക, കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകും. കഠിന പ്രവർത്തനം എല്ലായ്പ്പോഴും സന്തോഷം നൽകില്ലായിരിക്കാം, എന്നാൽ പ്രവർത്തനമില്ലാതെ സന്തോഷമില്ല. നിങ്ങൾ എന്നേക്കും ജീവിക്കും എന്നതുപോലെ സ്വപ്നം കാണുക. നിങ്ങൾ ഇന്ന് മരിക്കുന്നത് പോലെ ജീവിക്കുക. കഠിനാധ്വാനം ചെയ്യുന്നവരെ മാത്രമേ ദൈവം തുണയ്ക്കൂ. ഉറപ്പിച്ചു പറയാവുന്ന ഒരു തത്വമാണിത്. ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വച്ചിട്ടുള്ളതാണെങ്കിൽ നാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. യഥാർത്ഥ വിദ്യാഭ്യാസം എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ്. നമ്മൾ കേൾക്കുന്നതെല്ലാം അഭിപ്രായങ്ങളാണ്, വസ്തുതകളല്ല. നമ്മൾ കാണുന്നതെല്ലാം കാഴ്ചപ്പാടുകളാണ്, സത്യങ്ങളല്ല. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സിന്റെ ഗുണനിലവാരത്തെ നിർണ്ണയിക്കുന്നു. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകർക്ക് നിറം പകരുന്നത്. നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ നിങ്ങൾ ചിലവിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിവുകൾ കുറവാണെങ്കിൽ നിങ്ങൾ സംസാരത്തിലും നിയന്ത്രണം പാലിക്കേണ്ടതാണ്. വിജയം അത് കുടുംബങ്ങളിലായാലും സുഹൃത്ത് ബന്ധങ്ങളിലായാലും എവിടെ ഒത്തൊരുമയുണ്ടോ അവിടെ തീർച്ചയായും വിജയമുണ്ടാകും. ഒരു പുരുഷനെ ചതിക്കാൻ തുടങ്ങുന്ന സ്ത്രീ ആദ്യം തന്നെ അയാളെ അവിശ്വസിക്കാൻ തുടങ്ങും. പലപ്പോഴും തിരിച്ചറിവുകൾക്ക് മേലുള്ള ചില തീരുമാനങ്ങളാണ് ജീവിതത്തിന്റെ താളം മുഴുവനായി തെറ്റിച്ചു കളയുന്നതും ആ തെറ്റിന്റെ അച്ചുതണ്ടിൽ കിടന്നാണ് ഈ ലോകം തന്നെ കറങ്ങുന്നത്. നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ്. ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക. സംഭവിച്ചത് എല്ലാത്തിനും ഒരു കാരണമുണ്ടാകും. എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത്. നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം. വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക. ഒരു നല്ല ചിന്തയോട് മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും. ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും. അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നത് വരെ നമ്മൾ കാത്തിരിക്കരുത്. എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. നിങ്ങളുടെ സ്വന്തം ചിന്തയിൽ നിങ്ങൾ സ്ഥാപിക്കുന്ന പരിമിതികൾ ഒഴികെ നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതിൽ പരിമിതികളൊന്നുമില്ല. നിങ്ങൾ സിംഹത്തെ കണ്ടു പഠിക്കുക. ജീവിതത്തിൽ ചിലപ്പോൾ അല്പം പിന്നോട്ട് പോകേണ്ടി വന്നാലും വമ്പിച്ചൊരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കണം. വിജയിക്കാനുള്ള ആഗ്രഹം, നേടാനുള്ള ഇച്ഛാശക്തി, മുഴുവൻ കഴിവുകളും വിനിയോഗിക്കാനുള്ള ത്വര, ഇവയാണ് വ്യക്തിഗത മികവിന്റെ വാതിലുകൾ തുറക്കുന്ന താക്കോലുകൾ. നിങ്ങളുടെ പദ്ധതികൾ എത്രമാത്രം മികച്ചതാണെന്നത് പ്രസിദ്ധമല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലക്ഷ്യബോധമില്ലെങ്കിൽ നിങ്ങൾ അധികം മുന്നോട്ട് കൊണ്ടുപോകില്ല. സാധ്യമായതിനു വേണ്ടി പരിശ്രമിക്കാതിരിക്കുന്നതിലും നല്ലത് അസാധ്യമായതിനു വേണ്ടി പരിശ്രമിച്ചു പരാജയപ്പെടുന്നതാണ്. എല്ലാത്തിനും ഒടുവിൽ നമ്മൾ ഓർക്കുന്നത് ശത്രുക്കളുടെ വാക്കുകളേക്കാൾ നമ്മുടെ സുഹൃത്തുക്കളുടെ നിശബ്ദതയാണ്.
നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് പറക്കാൻ ചിറകുകളും തിരിച്ചു വരുവാനുള്ള വേരുകളും നിങ്ങളെ സ്നേഹിക്കുവാൻ കാരണങ്ങളും നൽകുക. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. എന്നാൽ നമ്മൾ അവർക്ക് നൽകിയ ഉപകാരങ്ങൾ അതൊരിക്കലും ആരുടെയും ഓർമ്മകളിൽ ഉണ്ടാകുകയില്ല. സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന സ്ത്രീകൾ കൂടുതൽ സത്യസന്ധരായിരിക്കും. സൂക്ഷിച്ചു വെക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ്. കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയുകയില്ല. ആവശ്യത്തിലധികം ആരുടെയും ജീവിതത്തിൽ അവകാശമോ അധികാരമോ കാണിക്കാതിരിക്കുക. സ്വയം വേദനിക്കാതിരിക്കാനും നാണം കെടാതിരിക്കാനും ഏറ്റവും നല്ലത് അത് തന്നെയാണ്. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക. ഒന്നെങ്കിൽ അതൊരു പുതിയ തുടക്കമായേക്കാം, അല്ലെങ്കിൽ അവസാനവും. ചെറിയ ജീവികളാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ആരും ദുർബലരല്ല, ശക്തി തിരിച്ചറിയാത്തതാണ് പ്രശ്നം. എല്ലായ്പ്പോഴും മിതത്വമുള്ളവനായിരിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഒരുപക്ഷെ ഏറ്റവും വലിയ വേദനയ്ക്ക് കാരണമായേക്കാം. തിരിച്ചറിയുക. തിരസ്കരണങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് പ്രസക്തിയില്ല. അവഹേളനങ്ങൾക്ക് മുന്നിൽ വളഞ്ഞുപോയ നട്ടെല്ലും പ്രയോജനരഹിതമാണ്. തിരസ്കരണങ്ങളെ ഉൾക്കൊള്ളാൻ പഠിക്കണം, മറികടക്കാനും. മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും മികച്ച ബുദ്ധികളെ കണ്ടെത്താനായേക്കുക ഒരു ക്ലാസ് റൂമിലെ ഏറ്റവും ഒടുവിലത്തെ ബെഞ്ചിൽ നിന്നാണ്. ബന്ധങ്ങളുടെ കെട്ടുറപ്പിനായി തല കുനിക്കേണ്ടി വന്നാൽ മടി വേണ്ട. ഓർക്കുക, സൂര്യന് അസ്തമിക്കുന്നത് ചന്ദ്രന് തിളങ്ങാൻ വേണ്ടിയാണ്. വിജയിക്കാനായി നിങ്ങൾ പരാജയത്തെ അന്വേഷിക്കണം. എല്ലാ പാഠങ്ങളും തോൽവിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഭയം എന്നത് മിഥ്യയാണ്. ഭയം നിലനിൽക്കുന്ന ഒരേ ഒരു സ്ഥലം ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിൽ മാത്രമാണ്. മറ്റൊരിടത്തും ഭയം നിങ്ങൾക്ക് ദർശിക്കാനാകില്ല. കുടുംബജീവിതത്തിന് വില നൽകാത്തവർ എപ്പോഴും സ്വാർത്ഥരായിരിക്കും. അവർ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാൻ തയ്യാറാകില്ല. ഞാനാണ് എല്ലാം എന്ന മനോഭാവവുമായി ജീവിതം തള്ളി നീക്കും. നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല. മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. ജീവിതത്തിൽ നമ്മൾ പലയിടത്തും പരാജയപ്പെടുമ്പോൾ സ്നേഹത്തോടെ ആത്മധൈര്യം നൽകി കൂടെ ഉണ്ടാകുന്ന ചിലരുണ്ട്. അവരുടെ വാക്കുകൾ മതി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ. ജീവിതം 2 കാലുകളാണ് എന്ന് സങ്കല്പിക്കുക. മുന്നോട്ട് വെച്ച കാലിന് അഹങ്കാരമില്ല, പുറകിലുള്ള കാലിന് ലജ്ജയുമില്ല. കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്ന്. സത്യസന്ധമായ വാക്കുകൾ ഒരിക്കലും മനോഹരമായിരിക്കില്ല. മനോഹരമായ വാക്കുകൾ സത്യവുമല്ല. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകും. ഒരു സ്ത്രീയെ പുരുഷൻ എപ്പോഴും ഓർക്കുന്നത് അവൾ ഏറ്റവും പ്രിയപ്പെട്ടതായതുകൊണ്ടാണ്. കള്ളന് മോഷ്ടിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം, എന്നാൽ ഉടമസ്ഥന് അവന്റെ സ്വത്തുകൾ സംരക്ഷിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം.